ഒരിക്കൽ ചാർജ് ചെയ്താൽ പിന്നെ ചാർജ് തീരെ ചെയ്യാത്ത ഒരു കാറിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മൊബൈൽ ഫോണിൽ ഒരിക്കൽ ചാർജ് ചെയ്യുന്നു, പിന്നെ അതിൽ ചാർജ് ചെയ്യണ്ട. അങ്ങനെ ജീവിതകാലം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ബാറ്ററിയെ പറ്റി ചിന്തിച്ച് നോക്കുക. ചിന്തിക്കേണ്ട, കണ്ടെത്തി കഴിഞ്ഞു. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി UK ഒരു പറ്റം എഞ്ചിനീയർമാരുടെ ഒരു കണ്ടെത്തലാണിത്. ലോകം മുഴുവനും മാറ്റിമറിക്കാൻ കാരണമാകുന്ന ഈ ഒരു കണ്ടെത്തൽ വളരെ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് സ്റ്റോറേജ് എന്ന് പറയുന്ന ബാറ്ററി കപ്പാസിറ്റി, ബാറ്ററി സ്റ്റോറേജ് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇതേ ഡയമണ്ട് ബാറ്ററി അല്ലെങ്കിൽ റിയാക്ടർ ബാറ്ററി അല്ലെങ്കിൽ ഇതിന് പല പേരിലും ഇനി അറിയപ്പെടാൻ സാധ്യതയുണ്ട്. ഡയമണ്ട് ബാറ്ററി എന്നാണ് ഇപ്പോൾ അവർ വിളിക്കുന്നത്. വളരെ ചെറിയ ഒരു ബട്ടൺ സെല്ലിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൊരു വീട് മുഴുവനും വൈദ്യുതീകരിക്കാൻ പറ്റുമത്രേ. ഒരു ബട്ടൺ സെല്ലിൻ്റെ അത്രയും വലിയ ചെറിയ ഒരു ബാറ്ററി ഇനി ഒരു വെഹിക്കിൾ, ഒരു കാർ ഓടിച്ച് ഒരിക്കലും തീരാത്ത വൈദ്യുതി അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യയാണ് ഈ UK യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ബാറ്ററികൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. എനർജി സ്റ്റോറേജ് ചെയ്യുന്ന ഡിവൈസുകൾ ഇഷ്ടം പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്തൊന്നും ഇതൊന്നും വെളിച്ചം കാണില്ല. കാരണം കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിഥിയം ബാറ്ററി പോലുള്ള ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾ, ഡിസൈനിങ്, ഡെവലപ്പേഴ്സ്, R&D ഒക്കെ കോടാനുകോടി ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വലിയ ഫാക്ടറികൾ നിർമ്മിച്ചു കഴിഞ്ഞു. അവർക്ക് ആ പണം മുതലാവണമെങ്കിൽ ഇനിയും ഒരു 5-10 വർഷക്കാലം ഈ പ്രൊഡക്ഷൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും നിലവിലുള്ള ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പോകണില്ല. എത്ര കണ്ടെത്തലുകൾ നടന്നാലും ഇതിൽ മഹാത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചാലും നിലവിലുള്ള ബാറ്ററി എന്ന് പറയുന്ന ലിഥിയം ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററി, ലിഥിയം ഫോസ്ഫേറ്റ് എന്ന ബാറ്ററി, ഏതായിക്കോട്ടെ, ലിഥിയം ഇതുപോലത്തെ കെമിക്കൽ സെല്ലുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം ഇഷ്ടം പോലെ വിജയിച്ചിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഇത്തരം ബാറ്ററികൾ നിർത്തലാക്കില്ല എന്നുള്ളതാണ് ഈ ബിസിനസ് മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററിയുടെ ഈ ഒരു മേഖല തന്നെ വളരെ വലുതാണ്. അതിലെ നിർമ്മാണം, അതിൻ്റെ മാനുഫാക്ചർ, അതിൻ്റെ ഡിസൈനിങ്ങിന് ഇന്ത്യയിൽ വലിയ സാധ്യതകളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഡയമണ്ട് ബാറ്ററി, കുഞ്ഞു ബട്ടൺ സെല്ലുകൾ ചെറിയ പർപ്പസിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലും വാച്ചിലും കടന്നു വരും. അതിനൊരു സംശയമില്ല. ഒരിക്കൽ ചാർജ് ചെയ്ത മൊബൈൽ പിന്നീട് ചാർജ് ചെയ്യേണ്ടതില്ല. വലിയ ഉപയോഗങ്ങളല്ല, കുഞ്ഞു ഉപയോഗങ്ങൾക്ക് ഇത്തരം ബാറ്ററികൾ വരട്ടെ, നമുക്ക് സ്വാഗതം ചെയ്യാം. ഏതായാലും പുത്തൻ ടിപ്സുമായി, പുത്തൻ സാങ്കേതിക വിദ്യയുമായി വീണ്ടും കാണാം. ഹംസ അഞ്ചുമുക്കിൽ 2.